എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വ്ലോഗാണ്. തെറ്റുകളൊക്കെ ഉണ്ടാകും, എല്ലാവരും ക്ഷമിക്കുക. ഇപ്പോൾ ഞങ്ങളുള്ളത് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു പാർക്കിലാണ്. അർണോട്ട് ഹിൽ പാർക്ക് എന്നാണ് ഈ പാർക്കിൻ്റെ പേര്. ഈ കാണുന്നതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ബോർഡൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഒരുപാട് ബോർഡുകളൊക്കെ കാണാൻ സാധിക്കും. കാരണം ഈ പാർക്കിനെ പറ്റിയുള്ള ചരിത്രങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ആ ബോർഡിലൊക്കെ അവർ എഴുതി വച്ചിരിക്കുന്നത്. ഈ ഫോട്ടോയിൽ കാണുന്ന ആളാണ് തോമസ് ഹോസ്ലി. ഇദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്ന ബിൽഡിംഗ് പണ്ടത്തെ ഒരു ചാപ്പലായിരുന്നു. ഞങ്ങൾ മിക്കവാറും വരുന്ന ഒരു സ്ഥലമാണ് ഈ പാർക്ക്. ഈ പാർക്കിലെ ഏറ്റവും വലിയൊരു അട്രാക്ഷനാണ് ഈ കാണുന്ന ലേക്ക്. ഈ ലേക്കിലാണെങ്കിൽ ഒരുപാട് താറാവ്, അരയന്നം, പിന്നെ ഇതിൻ്റെ ചുറ്റിനുമായിട്ട് കുറേ പ്രാവുകൾ, അങ്ങനെ നല്ല പക്ഷികളൊക്കെ ഉണ്ട്. ഇതൊരു കുഞ്ഞു പാലമാണ്. എൻ്റെ വലതുവശത്തായിട്ട് കാണുന്നത് ഒരു ചെറിയ ഒരു പാർക്ക് ഏരിയയാണ്. അതായത് കുട്ടികൾക്ക് കളിക്കുവാനുള്ള ഒരു ചെറിയ ഏരിയയാണത്. പ്രത്യേകിച്ച് ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് ഒരുപാട് ഫാമിലീസ് കുട്ടികളെയൊക്കെ ആയിട്ട് വരുന്ന ഒരു സമയമാണിത്. പിന്നെ ഇവിടെ പക്ഷികളുടെ പടങ്ങളൊക്കെ ആയിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കാനും ഇവിടെ വന്ന ആൾക്കാർ ഫുഡ് കഴിക്കാനും അങ്ങനെ ഒരുപാട് സ്ഥലമുണ്ട്. ഇപ്പം ഞാൻ ഏതോ ഒരു കുട്ടിയെ നോക്കി ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ആ കാണുന്ന ബിൽഡിങ്ങിലാണ് കഫേയും ടോയ്ലറ്റ് സൗകര്യങ്ങളും എല്ലാം ഉള്ളത്. അർണോട്ട് ഹിൽ ഹൗസ് 200 വർഷങ്ങൾക്ക് മുമ്പ് തോമസ് ഹോസ്ലി എന്ന പ്രതിഭ ജനിച്ച വീട്. തോമസ് ഹോസ്ലിയെ പറ്റി പറയുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പിതാവായ ജോൺ ഹോസ്ലിയെ പറ്റി അറിയണം. 1792 ജോൺ ഹോസ്ലി ഈ ബിൽഡിംഗ് നിർമ്മിക്കുമ്പോൾ 100 ഏക്കറോളം ഭൂമിയിൽ വ്യാപിച്ചു കിടന്ന ഒരു എസ്റ്റേറ്റ് ആയിരുന്നു ഇത്. അന്ന് ഇവിടെ ഉണ്ടായിരുന്ന വൂൾ അല്ലെങ്കിൽ കമ്പിളി മില്ലിൻ്റെ 2 പാർട്ട്നേഴ്സിൽ ഒരാളായിരുന്നു അദ്ദേഹം. ആ മില്ലായിരുന്നു ബ്രിട്ടനിലെ അന്നത്തെ ഏറ്റവും വലിയ മില്ല്. ആ മില്ലിൻ്റെ എൻജിൻ കൂളിംഗ് പോണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ലേക്ക്. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം, അതായത് 1807 ജോൺ ഹോസ്ലിക്ക് തോമസ് ഹോസ്ലി എന്ന മകൻ ജനിച്ചു. തോമസ് ഹോസ്ലി ഒരു സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. 1830 നോട്ടിംഗ്ഹാമിലെ ഒരു വാട്ടർ കമ്പനിയിൽ എഞ്ചിനീയറായി അദ്ദേഹം സ്ഥാനമേറ്റതോടെ ഈ രാജ്യത്തെ നിരവധി വ്യാവസായിക നഗരങ്ങളിൽ ശുദ്ധജലം എത്തിക്കുവാനുള്ള സംവിധാനം കണ്ടെത്തുകയും അതിലൂടെ 19-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിനെ ബാധിച്ച കോളറയിൽ നിന്നും ഒരുപാട് മനുഷ്യരുടെ ജീവൻ രക്ഷിക്കുവാനും സാധിച്ചു. അന്ന് 100 ഏക്കറോളം ഉണ്ടായിരുന്ന ഈ പ്രദേശം പിന്നീട് പലപ്പോഴായി വിറ്റുപോവുകയും ഇപ്പോൾ 12 ഏക്കറായി അവശേഷിക്കുകയും ചെയ്യുന്നു. ആയിരത്തി 1914 ഒന്നാം ലോക മഹായുദ്ധം പ്രഖ്യാപിക്കുന്ന സമയത്ത് ഈ സ്ഥലം അർബൻ ഡിസ്ട്രിക്ട് കൗൺസിൽ ഏറ്റെടുക്കുകയും 1918 വരെ പരിക്കേറ്റ സൈനികരെ ചികിത്സിക്കുവാനായി ഒരു താൽക്കാലിക ആശുപത്രിയായി ഈ അർണോട്ട് ഹിൽ ഹൗസ് പ്രവർത്തിക്കുകയും ചെയ്തു. അന്ന് അത് അർണോട്ട് ഹിൽ ഓക്സിലറി ഹോസ്പിറ്റൽ എന്നറിയപ്പെട്ടിരുന്നു. ഫ്രാൻസിൽ നിന്നും സൈനികർ രാത്രികാലങ്ങളിൽ ഡെയ്ബ്രൂക്ക് സ്റ്റേഷനിൽ ട്രെയിനിൽ വന്നിറങ്ങുമായിരുന്നു. സൈനികരുടെ എണ്ണം കൂടിയതോടെ 1916 ഈ കെട്ടിടം വിപുലീകരിക്കേണ്ടി വന്നു. അന്ന് മരണപ്പെട്ട സൈനികരുടെ സ്മാരകം ഇതിനു മുമ്പിൽ സ്ഥാപിച്ചിട്ടുണ്ട്. തുടർന്ന് ഈ സ്ഥലം 1919 അർണോട്ട് ഹിൽ പാർക്ക് എന്ന പേരിൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. 2019 ഈ പാർക്കിൻ്റെ 100-ാം വാർഷികം ആഘോഷിച്ചിരുന്നു. കൂടാതെ ഈ പാർക്കിന് ഗ്രീൻ ഫ്ലാഗ് അവാർഡ് എന്ന ബഹുമതി കൂടി ലഭിച്ചു.
ഇനി ഞാൻ നിങ്ങളെ ഒരു ഗാർഡൻ ഏരിയയിലേക്ക് കൊണ്ടുപോകാം. ഈ പാർക്കിലെ മറ്റൊരു മനോഹരമായ സ്ഥലമാണ് ഈ ഗാർഡൻ. എൻ്റെ നേരെ കാണുന്ന ആ തടി കൊണ്ടുണ്ടാക്കിയ പന്തലുണ്ടല്ലോ, അതാണ് എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലം. ഇതിൽ ചെടികളൊക്കെ വള്ളി പോലെ പടർന്നു പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ പൂക്കളൊക്കെ കുറവാണ്, പക്ഷെ പൂക്കൾ വരുന്ന സീസണിൽ ഈ ഒരു പന്തൽ കാണാൻ ഭയങ്കര ഭംഗിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണിത്. അപ്പോൾ അതൊക്കെ കണ്ട് ഞാനിങ്ങനെ നടക്കുമായിരുന്നു. ഈ ഗാർഡന് ചുറ്റും വഴി പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാനും നല്ല ഭംഗിയാണ്. ഇപ്പോഴേ ഇത്ര ഭംഗിയാണെങ്കിൽ പൂക്കളും കൂടെ ഉള്ളപ്പോൾ എന്ത് ഭംഗിയായിരിക്കും. എനിക്കിതിൻ്റെ ഡിസൈനാണ് ഇഷ്ടപ്പെട്ടത്. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒരു ലൊക്കേഷനാണ്. ഇപ്പം എൻ്റെ ഈ സൈഡിൽ കാണുന്ന ബിൽഡിംഗ് അതെന്താണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല. അതിപ്പോൾ ഫുൾ ക്ലോസ്ഡ് ആണ്. നല്ല പെയിൻറ്റിംഗ് ഒക്കെ വെച്ചിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നല്ല ഭംഗിയുണ്ട് പെയിൻറ്റിംഗ് ഒക്കെ കാണാൻ. അവിടെ ഒന്നും എഴുതിയൊന്നും വെച്ചിട്ടില്ല, അതുകൊണ്ട് ആ ബിൽഡിംഗ് എന്താണെന്ന് ഇപ്പോഴും ഞങ്ങൾക്കറിയില്ല. അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുമ്പോൾ അവിടെ മറ്റൊരു ഗാർഡൻ കൂടിയുണ്ട്. അതും നല്ല റൗണ്ട് ഷേപ്പിലുള്ള ഒരുപാട് ബെഞ്ചുകളൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ഒരു ചെറിയ ഗാർഡനാണ്. അവിടെ നല്ല ഭംഗിയുള്ളൊരു മരമുണ്ട്. ആ മരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഇത് മാത്രമല്ല, ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള മരങ്ങളുണ്ട്. വലിയ ഹൈറ്റുള്ള മരങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അവിടെയുള്ള ബെഞ്ചുകളൊക്കെ ചിലതൊക്കെ സ്പോൺസർ ചെയ്താണ്. അത് സ്പോൺസർ ചെയ്ത ആളുകളുടെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഗാർഡനൊക്കെ കണ്ടു പുറത്തിറങ്ങി. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു വലിയ മരമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇനി നിങ്ങളെ ഞാൻ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. ഞങ്ങളും അങ്ങോട്ട് ആദ്യമായിട്ടാണ് പോകുന്നത്. ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല. കുറച്ച് ഹൈറ്റ് കൂടിയ സ്ഥലമാണ്, അതായത് ഒരു സ്ലോപ്പ് പോലത്തെ സ്ഥലമാണ്. അങ്ങനെ മുകളിലെത്തിയപ്പോൾ ഞങ്ങൾ ആദ്യം കണ്ടത് ഒരു സ്കേറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ആലോചിച്ചത് എന്തുകൊണ്ട് ഇവിടെ നേരത്തെ വന്നില്ല എന്ന്. കാരണം ഈ സ്ഥലം അത്രയ്ക്ക് ഭംഗിയാണ്. വീഡിയോയിൽ കാണുന്ന പോലെയല്ല സ്ഥലം, നേരിട്ട് കാണുമ്പോൾ അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ്. ഒരു കുന്നുംപുറം പോലെ ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല വ്യൂസ് ഒക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. അതൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും താഴോട്ട് വന്നു. ഈ കാണുന്ന ആർച്ച് ഉണ്ടല്ലോ, ഇത് കല്ലും മണ്ണും ഒക്കെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ ഫോട്ടോസൊക്കെ എടുക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് എപ്പോൾ ഇവിടെ വന്നാലും ഞങ്ങൾ ഈ ഭാഗം നോട്ട് ചെയ്തിട്ടുണ്ട്, കാരണം ഞങ്ങൾക്കും ഇത് അത്രയ്ക്ക് ഇഷ്ടമാണ്. അങ്ങനെ അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ പതുക്കെ നടന്നു. ഈ സ്ഥലം നല്ല കൂളായ സ്ഥലമാണ് കേട്ടോ. ഈ രണ്ട് സൈഡിലും മരങ്ങളൊക്കെ ആയിട്ട് നടുക്ക് വഴി. എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരാൾ പട്ടിയും കൊണ്ട് വരുന്നുണ്ടോ. എനിക്ക് പട്ടിയെ പേടിയായതുകൊണ്ട് ഞാൻ പേടിച്ചാണ് നടക്കുന്നത്. ഇവിടെ കുറേ നല്ല പക്ഷികളൊക്കെ ഉണ്ട്. പ്രാവുണ്ട്, താറാവുണ്ട്. ഈ താറാവാണെങ്കിൽ ഞങ്ങൾ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് പോസ് ചെയ്യുന്നുണ്ടായിരുന്നു.
ഈ തടാകത്തിൽ ഒരുപാട് പക്ഷികളുണ്ട്. കുറേയൊക്കെ വെള്ളത്തിലുണ്ട്, കുറേയൊക്കെ പുറത്തിറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് അരണ്യങ്ങളുണ്ട്. പക്ഷേ ഇത്തവണ വന്നപ്പോൾ ഞങ്ങൾ ഈ ഒരു അരണ്യത്തെ മാത്രമേ കണ്ടുള്ളൂ. അങ്ങനെ ഈ ലേക്കിൻ്റെ ഭംഗിയൊക്കെ കണ്ടിങ്ങനെ നടക്കുമായിരുന്നു ഞങ്ങൾ. നല്ല ഭംഗിയാണ് ഈ ലേക്ക്. ഫുൾ നല്ല ഗ്രീൻ കളറാണ് ഇവിടെ എല്ലാം. അങ്ങനെ നടന്ന് വന്നപ്പോൾ ഞങ്ങൾ വന്ന സ്ഥലത്ത് തന്നെ എത്തി. അതായത് മെയിൻ എൻട്രൻസിൻ്റെ അവിടെയാണ് ഞങ്ങൾ പിന്നെ വന്നത്. അപ്പോൾ അവിടെ ഒരു കുഞ്ഞു വാവ നടന്നു പോകുന്നുണ്ടായിരുന്നു. ആ വാവ നല്ല ക്യൂട്ടായിട്ട് നടന്നു പോകുന്നത് ഞങ്ങൾ നോക്കി നിന്ന് കുറച്ച് നേരം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.